മഹാഭാരതത്തിലെ വീരയോദ്ധാക്കളിൽ ഒരുവനായ അഭിമന്യുവിന്റെ കഥയാണ് ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ കഥയുടെ പേര് അഭിമന്യു. കണ്ടില്ലേ, ഒരു കൊട്ടാരം. അവിടെ എല്ലാരും ഒരു വലിയ ആഘോഷത്തിലാണ്. നമുക്കത് എന്നാന്ന് അറിയണ്ടേ? വരൂ, നമുക്ക് പോകാം, അങ്ങോട്ട് പോകാം. അവിടെ അർജുനനും സുഭദ്രയും ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ അഭിമന്യു. ആ പൊന്നോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൂർണ്ണേന്ദു പാരിലുദിച്ച പോലെ പോലൊരു പൂമേനി ഭൂമിതവേലിച്ചതിലങ്ങനെ കൂടെ ആടി കളിച്ചിടുന്നു. കാലം കടന്നുപോയി. ഇന്ന് അവൻ ആരെയും വെല്ലുന്ന ഒരു യോദ്ധാവായി മാറി. അവന്റെ മുഖത്ത് എന്തൊരു തേജസ്സാണ്! ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം, ആരെയും മോഹിപ്പിക്കുന്ന അഴകാണവൻ, ആരെയും വെല്ലുന്ന ധീരനാണവൻ. അർജുന ആയുധാഭ്യാസത്തിനൊന്നാമൻ, അർജുന പുത്രനവൻ ആലോഹരെ. അങ്ങനെ ഇരിക്കെ വിരാട രാജ്യത്തെ ഉത്തര രാജകുമാരിയുമായി അഭിമന്യുവിന് വിവാഹമായി. അവർ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ കുരുക്ഷേത്ര ഭൂമിയിൽ പാഞ്ചജന്യം മുഴങ്ങി. മഹാഭാരത യുദ്ധത്തിന് തുടക്കമായി. ഒരു വശത്ത് പഞ്ചപാണ്ഡവരുമായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. മറുവശത്ത് കൗരവർപ്പട. രക്തം തമ്മിലിടഞ്ഞു. സഹോദരന് വിലയില്ലാതായി. കൃഷ്ണ പാണ്ഡവശത്തു നിന്ന് അർജുനന് ഗീതാപദേശം കൊടുക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഷ്ഭവതി ഭാരത അഭ്യുത്ഥാനോ അധർമ്മസ്യ തദാസ്മാനം ശ്രീരാമ്യഹം. ഇന്ന് യുദ്ധത്തിന്റെ 13-ാം നാൾ. ഇന്ന് പതിവ് പോലെ പാഞ്ചജന്യം മുഴങ്ങി. ഇന്ന് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അഭിമന്യുവിന് 16 വയസ്സ് തികയുകയാണ്. കൗരവപടയുടെ അടുത്ത് ഒരു പത്മവ്യൂഹം. ഇത് കണ്ട് അതെന്നാന്നറിയണ്ടേ? സൈനികരാൽ നിർമ്മിച്ച ഒരു താമരപ്പൂ. ഇത് കണ്ട് അകച്ചു നിന്ന യുധിഷ്ഠിരൻ അഭിമന്യുവിനോട് പറഞ്ഞു, ഉണ്ണി, ഈ പത്മവ്യൂഹം വീഴ്ചില്ലെങ്കിൽ നമ്മൾ സൈന്യം ഒന്നൊന്നായി ഇല്ലാതെയാകും. ഈ പത്മവ്യൂഹത്തിലേക്കുള്ള പ്രവേശനവും അതിൽ നിന്നും മടക്കയാത്രയും അതികഠിനം. ആരാണ് ഈ അവസരത്തിൽ നമ്മെ സഹായിക്കുക? കൃഷ്ണനും അർജുനനും നമ്മുടെ അരികിലില്ലല്ലോ. ധൈര്യവാനായ അഭിമന്യുവിനും മതി ഇപ്രകാരമായിരുന്നു. പിതാമഹൻ പത്മവതി കയറാനുള്ള വഴി എന്റെ അമ്മയോട് പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ കടന്നു തന്നെ ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ ഇറങ്ങാനുള്ള വഴി എന്റെ അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിനകത്ത് കയറാൻ ഞാൻ തയ്യാറാണ്. അഭിമന്യു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് തേരും തെളിച്ചും കൊണ്ട് ചിറി പാഞ്ഞു. അവിടെ അതാ നിൽക്കുന്നു ആയുധാരികളായ ദ്രോണാചാര്യൻ, കണ്ണൻ, ദുശാസനൻ, ജയദ്രഥൻ എന്നിങ്ങനെ ശക്തന്മാർ. അവരോടുള്ള ഏറ്റുമുട്ടലിൽ അഭിമന്യുവിന്റെ ആയുധം കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ആയുധമില്ലാതെ നിൽക്കുന്ന യോദ്ധാവിന്റെ നേരെ യുദ്ധനിയമം ലംഘിച്ചുകൊണ്ട് ജയദ്രഥൻ ഓടിയെടുത്തു. ദുശാലിയായ അഭിമന്യു സ്വന്തം രഥത്തിന്റെ ചക്രം എടുത്തോണ്ട് നേരിട്ടു.